സെപ്റ്റംബർ 18 വിശുദ്ധ ജോസഫ് കുപ്പർട്ടിനോ. 1603 നേപ്പിൾസ് രാജ്യത്തിലെ കുപ്പർട്ടിനോയിലാണ് വിശുദ്ധ ജോസഫ് ജനിച്ചത്. കുട്ടിയായിരുന്നപ്പോൾ തന്നെ വിശുദ്ധ ജോസഫ് പ്രാർത്ഥനയോട് താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഫ്രാൻസിസ്കൻ ഫ്രിയേഴ്സ് മൈനർ കോൺവെൻറ്റിൽ ചേർന്ന അദ്ദേഹം അവിടെ പൗരോഹിത്യത്തിനായി പഠിക്കാൻ തുടങ്ങി. 1628 തൻ്റെ നിയമനത്തിന് ശേഷം വിശുദ്ധ ജോസഫിലൂടെ ദൈവം അത്ഭുതകരമായ പല അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങി. വിശുദ്ധ ജോസഫിൻ്റെ ജീവിതം ഉന്മേഷം നിറഞ്ഞതായിരുന്നു. ദൈവത്തെക്കുറിച്ചോ ആത്മീയതയെക്കുറിച്ചോ മാത്രം പരാമർശിച്ചാൽ മതിയായിരുന്നു അവൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പുറത്തു പോകാൻ. കുർബാനയിൽ അദ്ദേഹം പലപ്പോഴും വായുവിൽ ഉന്മേഷത്തോടെ പൊങ്ങിക്കിടന്നു. ഒരിക്കൽ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഉയർന്ന അൾത്താരയിലേക്ക് ഉയർന്നു, വായുവിൽ മുട്ടുകുത്തി, പ്രാർത്ഥനയിൽ മുഴുകി. മറ്റൊരവസരത്തിൽ 36 അടി ഉയരമുള്ള ഒരു കുരിശ് വായുവിലൂടെ ഒരു കാൽവരി കുരൂപിൻ്റെ മുകളിലേക്ക് ഒരാൾ ഒരു വൈക്കോൽ കൊണ്ടുപോകുന്നത്ര എളുപ്പത്തിൽ അദ്ദേഹം എത്തിച്ചു. കുമ്പസാരക്കൂട്ടിൽ സഹായവും ഉപദേശവും തേടി ആളുകൾ കൂട്ടത്തോടെ അവൻ്റെ അടുക്കൽ ഒഴുകിയെത്തി. അവൻ പലരെയും യഥാർത്ഥ ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. എന്നിരുന്നാലും ഈ എളിയ മനുഷ്യന് തൻ്റെ ജീവിതത്തിലുടനീളം കഠിനമായ നിരവധി പരീക്ഷണങ്ങളും ഭയങ്കരമായ പ്രലോഭനങ്ങളും സഹിക്കേണ്ടി വന്നു. 1663 സെപ്റ്റംബർ 18 അന്തരിച്ചു. പൈലറ്റുമാരുടെയും പറക്കലിൻ്റെയും പഠനത്തിൻ്റെയും രക്ഷാധികാരിയാണ്.